Hello. Welcome to Market Discussion of the Day. Today, 20th of November 2024, വെനസ്ഡേ ആണ്. അപ്പോൾ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അടുത്ത തിങ്കളാഴ്ച നവംബർ 25-ന്. രണ്ട് ടൈമിങ്ങിലായിട്ട്, ഇന്ത്യൻ ടൈമിംഗ് രാത്രി 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് രണ്ട് ബാച്ചായിട്ടായിരിക്കും നമ്മുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ഓക്കെ, മാർക്കറ്റിൽ വെറും ഒരു ദിവസം 5 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളൊരു മെത്തേഡായിരിക്കും നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നത്. ഓക്കെ, അതും ഞാനല്ല പഠിപ്പിക്കുന്നത്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെൻറ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. 2 ആഴ്ചത്തെ ക്ലാസ്സാണ്. അതിനുശേഷം നിങ്ങൾക്കൊരു ഡെമോ അക്കൗണ്ട് ഉണ്ടാവും. ആ ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് നോക്കാം. ഒരു 1-2 മാസം നിങ്ങൾ ട്രേഡ് ചെയ്ത് നിങ്ങൾ കോൺഫിഡൻറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, ഈ ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലൈവ് ഒരു ലൈവ് സെഷൻ ഉണ്ടാവും. ഇന്ത്യൻ ടൈമിംഗ് 6 മണിക്ക് ഒരു ലൈവ് സെഷൻ ഉണ്ടാവും. ഈ സെഷന് നിങ്ങൾക്ക് മാർക്കറ്റിൽ എങ്ങോട്ടാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാർക്കറ്റിലുള്ള ഉണ്ടാവുന്ന ന്യൂസുകളും അത് എങ്ങനെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തെന്നുള്ള കാര്യങ്ങളും, മെയിനായിട്ടുള്ള പെയേഴ്സൊക്കെ ഉള്ള മൂവ്മെൻറ്റ്, അപ്സ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ, സപ്പോർട്ട് റെസിസ്റ്റൻസ്, ആസ് എ ബിഗിനർ നമുക്കറിയില്ല എവിടെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പം ആ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഒരു ഐഡിയ നമുക്ക് തരും. ആ ഐഡിയ ഇപ്പം നമ്മൾ ഇവിടെ വെച്ച് ബൈ എടുക്കണം, ഇവിടെ വെച്ച് സെൽ ചെയ്യണം, അങ്ങനെയല്ല. ഓക്കെ, ആ ഐഡിയയിലൂടെ നിങ്ങൾ എങ്ങനെ ഒരു നല്ലൊരു ട്രേഡർ ആക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതായിരിക്കും ക്ലാസ്സിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയയ്ക്കുക, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ. നമുക്ക് എല്ലാ ദിവസവും ഇപ്പം നമുക്ക് എല്ലാ ദിവസവും തുടങ്ങുന്ന പോലെ ഫണ്ടമെൻ്റൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽസ് ഒന്നും ഇല്ല. നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ല ഇന്ന്. ഓക്കെ, പിന്നെ ഉള്ള ആകപ്പാടെ നമ്മളൊന്ന് മനസ്സിൽ വെക്കേണ്ട ഫണ്ടമെൻ്റൽസ് എന്താ വെച്ചാൽ, ഉക്രൈൻ റഷ്യ വാറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉക്രൈൻ അമേരിക്ക കൊടുത്ത മിസൈൽസ് അല്ലെങ്കിൽ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാനായിട്ടുള്ള കുറേ ന്യൂസുകളൊക്കെ വരുന്നുണ്ടെന്ന്. ഓക്കെ, അത് പ്രയോഗിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതൊരു പ്രോപ്പറായിട്ടുള്ളൊരു ചാനലുണ്ടോ എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ള ചാനലില്ല. പല ന്യൂസുകളും പറയുന്നത് ഇന്ന ചാനൽ പറഞ്ഞു, ഇന്ന മാധ്യമം ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയുള്ള ന്യൂസുകളാണ് വരുന്നത്. നമുക്കറിയില്ല എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു ന്യൂസ് ഉണ്ട്, അത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക എന്നുള്ളത് മാത്രമാണ് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് നമ്മൾ നോക്കേണ്ട കാര്യം. അത് എക്കണോമിക് കലണ്ടറല്ല, അല്ലാതെ നോക്കേണ്ട കാര്യം. ഓക്കെ, ഉറപ്പായിട്ടും US നിന്ന് പല ന്യൂസുകളും വരുന്നുണ്ട്. പുതിയ എലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡൻറ്റ് വന്നതിന് ശേഷമുള്ള കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മളൊന്ന് നമ്മളൊന്ന് മനസ്സിൽ വെക്കുക. എന്താണ് ഈ മനസ്സിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റിസ്ക് മാനേജ് ചെയ്യാതെ ട്രേഡ് എടുക്കരുത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു ട്രേഡ് പോലും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യരുത്. കാരണം അൺസർട്ടനിറ്റി ആയതുകൊണ്ടിട്ട് നമുക്ക് എന്തും സംഭവിക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPY-ലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞു JPY 154-ൻ്റെ മുകളിലായിട്ട് നമുക്ക് ബൈ ചെയ്യാം എന്നുള്ള കാര്യം. ഇടയ്ക്ക് വെച്ച് 155-4-ൻ്റെ മുകളിലായിട്ട് പോയി ജസ്റ്റ് ഒന്ന് താഴോട്ട് പോയി 153 ഒക്കെ എത്തിയിട്ട് 3.2 ആ ഒരു ലെവലിലോട്ടൊക്കെ എത്തിയിട്ട് മാർക്കറ്റ് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 156 ആണ്. 156-ൻ്റെ മുകളിലായിട്ട് 2 മാർക്കറ്റ് ടൈമിങ്ങിൽ നമുക്ക് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു 160 വരെയും അതിനുശേഷം ഒരു 160 വരെ 62 ഓൾ ടൈം ഹൈ ഓഫ് JPY അതുവരെ പോകാനുമായിട്ടുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. ഓക്കെ, നേരെ മറിച്ച് നമുക്കിനി ഒരു സെല്ല് എടുക്കാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരു നല്ലൊരു ബൈ എന്താ വെച്ചാൽ, ഇനി മാർക്കറ്റ് റീട്രേസ് ചെയ്ത് ഒരു 152 ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് വീണ്ടും ബൈ എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, പക്ഷേ ഏറ്റവും സെല്ലെടുക്കണമെങ്കിൽ ഇനി 162 പോകണം. 62 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു സെല്ല് നമുക്ക് അവിടുന്ന് കിട്ടുന്നതുമായിരിക്കും.
ഓക്കെ, അപ്പോൾ 152 നമ്മൾ ബൈ എടുത്ത് പോവുക എന്നുള്ളതാണ് നമുക്ക് എന്താ പറയുക നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. 154 ഓക്കെ ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അവിടെ നിന്ന് നമുക്ക് ബൈ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ നേരെ യൂറോയിലോട്ട് വരുമ്പോൾ, യൂറോയിൽ എൻ്റെ റെക്കമെൻഡേഷൻ എന്താ വെച്ചാൽ യൂറോ ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഉക്രൈൻ റഷ്യ വാറിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന യൂറോയിലാണ്. അത് മാത്രമല്ല, ജർമ്മനിയിലെ പൊളിറ്റിക്കൽ കണ്ടീഷൻ അത്ര നല്ലൊരു ഒരു സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അവിടുത്തെ ഗവൺമെൻറ് കൊളാപ്സായി. അപ്പോൾ അതൊക്കെ യൂറോനെ എന്താ പറയുക ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും. എന്നാലും റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് ഇനിയും 1.0500 കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യാം. പക്ഷെ ഒരു ബെറ്റർ ബൈ എപ്പോഴും 1.0700 ആയിരിക്കും എന്നുള്ളതാണ് യൂറോയിലുള്ള ഒരു കാര്യം. നമ്മൾ നേരെ GBP നോക്കുകയാണെങ്കിൽ GBP എല്ലാ 100 പോയിൻറ്റ്സും നമുക്ക് ബൈ പോയിൻറ്റ്സ് ആണ്. ഇന്ന് തന്നെ നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ ഒരു ക്യാൻഡിൽ 1.2700 വന്ന് ജസ്റ്റ് അവിടുന്ന് ജസ്റ്റ് ഇപ്പം അവിടെ റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് പോവാണ്. ഓക്കെ, നമുക്ക് 1.2500 കിട്ടുകയാണെങ്കിൽ ഒരു ബെറ്റർ ബൈ പൊസിഷനാണ്. ഒരു കാരണവശാലും സെല്ലിൽ പോകരുത്. 1.26 കഴിഞ്ഞ വട്ടം മാർക്കറ്റ് താഴെ പോയപ്പോൾ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഉണ്ടല്ലോ, അത് ഓൾമോസ്റ്റ് ഒരു 1.2600 അടുത്താണ്. ഓക്കെ, അപ്പം ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ വേണമെങ്കിൽ ഒരു 0.3 ലോട്ടൊക്കെ നമുക്കവിടെ ബൈ ചെയ്തിടാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ബാക്കി 1.2500 കിട്ടുകയാണെങ്കിൽ നമുക്ക് ബാക്കി 0.7 ബൈ ചെയ്യാം. ഓക്കെ, പക്ഷെ ബെറ്റർ ബൈ പോയിന്റ് എപ്പോഴും 1.2800 മുകളിലായിട്ട് 2 മാർക്കറ്റ് കണ്ടീഷനിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അവിടെ നിന്നൊരു ബെറ്റർ ബൈ പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് GBP പറയാനുള്ള കാര്യം. നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഗോൾഡ് എങ്ങോട്ടൊക്കെയോ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമുക്ക് ഒരു പിടിയും തരാത്തൊരു സാധനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഗോൾഡ്. കാരണം കഴിഞ്ഞ ആഴ്ച ഓൾമോസ്റ്റ് 1500 പിപ്പോളം താഴോട്ട് പോയ സാധനം ഈ ആഴ്ച ഓൾമോസ്റ്റ് $750 ഓൾമോസ്റ്റ് 800 പിപ്പ് അടുപ്പിച്ച് മുകളിലോട്ട് പോയി. 2592 നിന്നാണ് ഈ ആഴ്ച മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, 2592 നിന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, 2567 സ്റ്റാർട്ട് ചെയ്ത സാധനം ഇപ്പോൾ നിൽക്കുന്നത്, ഇന്ന് ഹൈ പോയത് 2641. ഓക്കെ, സോ ഓൾമോസ്റ്റ് 750 പിപ്പോളം മുകളിലോട്ട് പോയ സാധനമാണ്. അപ്പോൾ അതൊരു ഭയങ്കര വലിയ മൂവ്മെൻ്റ് ആണ്. ഒരു 2 ദിവസം കൊണ്ടാണ് 750 പിപ്പ് മുകളിലോട്ട് പോയത്. അപ്പം നമുക്ക് എന്താ പറയുക, എനിക്ക് നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാനുള്ള ബൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2580 കിട്ടുകയാണെങ്കിൽ ഒരു ബെറ്റർ ബൈ പൊസിഷൻ ആയിരിക്കും. ഓക്കെ, അവിടെയും നമുക്ക് 2600 സൈക്കോളജിക്കൽ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ടിട്ട് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.3 ലോട്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങളുടെ 0.3 ലോട്ട് എടുക്കണം എന്നില്ല. $1000 വെച്ചിട്ട് 0.3 ലോട്ട് എടുക്കണം എന്നില്ല. അതായത് ഇപ്പോൾ ഒരു $25,000 മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 0.3 ലോട്ടൊക്കെ നമുക്ക് എന്താ പറയുക 2600 നമുക്ക് എടുത്ത് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ബെറ്റർ ബൈ എപ്പോഴും 2580 ഒരു ബെറ്റർ ബൈ ഉള്ളത്. ഞാൻ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഗോൾഡ് ഞാൻ സെല് ചെയ്യാനായിട്ട് പറയത്തില്ല. കാരണം വേൾഡിൽ ഇത്രയും അൺസർട്ടനിറ്റി നടക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഗോൾഡ് അപ് ട്രെൻഡാണ്. ഇപ്പോൾ ഈ പോയിന്റ് ഓഫ് ടൈമിൽ അപ് ട്രെൻഡാണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം, ഗോൾഡിനകത്തൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോളോ ദ ട്രെൻഡ് ആണ്. നമ്മൾ ട്രെൻഡ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇപ്പോൾ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കരുത് എന്നുള്ളതാണ്. അപ്പം അപ് ട്രെൻഡ് ഉള്ളൊരു മാർക്കറ്റിൽ പോയിട്ട് ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. വേണമെങ്കിൽ റിസ്ക് എടുക്കാം. 2630 നിങ്ങൾക്ക് സെല്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റിസ്ക് എടുക്കാം. പക്ഷേ ഒരിക്കലും ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷനിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ക്ലാസ്സിന് ജോയിൻ ചെയ്യേണ്ട ആൾക്കാർ ക്ലാസ്സിന് ജോയിൻ ചെയ്യുക. എൻ്റെ ഈ മാർക്കറ്റ് ഡിസ്കഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഇഷ്ടപ്പെടുന്നുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉപയോഗപ്പെടുന്നുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഓക്കെ, ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനുള്ളത് മാർക്കറ്റ് ഡിസ്കഷനിൽ. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണാം. ബൈ ബൈ ഗൈസ്.